ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചെടികളാണ്. ഞാനൊരു ചെടി ഭ്രാന്തിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ചെടി എങ്ങനെ സെറ്റ് ചെയ്തത്, അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ വാരി കൂട്ടി വെച്ചത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ടൈൽസും പിന്നെ കമ്പുകളും എല്ലാം വാരി കൂട്ടി ഓരോ സ്റ്റെപ്പാക്കിയിട്ടാണ് ഞാൻ ആ ചെടിച്ചട്ടികളൊക്കെ വെച്ചത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ സ്റ്റെപ്പുകളൊന്നും വേണ്ട, അത് നമുക്ക് മാറ്റണമെന്ന്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനത്തെ ഓരോ ഭ്രാന്ത് വരും ഗായ്സ്, അത് നിങ്ങൾ നോക്കണ്ട. പക്ഷേ ആ ചട്ടിയിലൊന്നും ചെടികളൊന്നും പൂർണ്ണമായിട്ടില്ല, കുറേ ചട്ടികളൊക്കെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി ചട്ടികളൊക്കെ ഒഴിവാക്കിയിട്ട് ഉള്ള ചെടികളെല്ലാം താഴെ മണ്ണിരിപ്പുണ്ട്, അതിൻ്റെ ഉള്ളിൽ നടാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ പരിപാടിയാണെന്ന്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഈശയുടെ ഒരേ കലാപരിപാടികളുണ്ട്. കണ്ടില്ല ഗായ്സ്, അവൾ വീഡിയോ എടുക്കാൻ വരില്ല. വീഡിയോ എടുക്കുമ്പോൾ അവൾക്ക് ഇങ്ങനത്തെ ഓരോ പരിപാടികളാണ്. ഉള്ളിൽ വന്ന് ഡാൻസ് കളിക്കും, അങ്ങനത്തെ ഓരോ പരിപാടി. കണ്ടില്ല ഗായ്സ്, ഞാൻ ആ സ്റ്റെപ്പുകളെല്ലാം തകർത്തു. എന്നിട്ട് ചെടികളെല്ലാം മാറ്റി വെച്ചു. അവിടെ ഫുള്ള് മണ്ണ് ഉറച്ചിരിക്കുകയായിരുന്നു. ഞാൻ മൺവെട്ടി കൊണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. എന്നിട്ട് ആ ചെടികളെല്ലാം അതിലേക്ക് നട്ട് വെക്കാമെന്ന് കരുതി. അവിടെ മണ്ണുണ്ടല്ലോ, മണ്ണിലേക്ക് വെക്കാമെന്ന് കരുതി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ആക്കി ചെടികളൊക്കെ അങ്ങനെ വെച്ചത്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും, ഞങ്ങൾക്ക് ശരിക്കും പ്രാന്താണെന്നാണ് പറയണത്. കാരണം ഞാൻ ഈ ആഴ്ച വെച്ചതുപോലെ ആയിരിക്കില്ല ചെടികൾ വെക്കുക, അടുത്ത ആഴ്ച വേറെ മോഡലായിരിക്കും, ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും ഞാൻ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു കഥ. അപ്പോൾ ഞാൻ ആ ചട്ടിയിലുള്ള ചെടികളെല്ലാം മണ്ണൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഗായ്സ്. ഇതാ ഞാൻ പതുക്കെ പതുക്കെ ആ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ചെടികളൊക്കെ ചീത്തയായിപ്പോയി ഗായ്സ്. അപ്പോൾ മണ്ണിങ്ങനെ കിളച്ചു. ബാക്കിയുള്ള ചട്ടിയിലുള്ള എല്ലാ ചെടികളും ഓരോന്നായിട്ട് ഞാൻ അതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഗായ്സ്. ചട്ടിയിൽ നടുന്നതിനെക്കാട്ടിയും നല്ലത് ഇങ്ങനെ മണ്ണിൽ നട്ട് കാണുന്നതാണ് ഭംഗിയെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നും ഗായ്സ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വീട്ടിലുള്ള ജോലി കേട്ടോ ഗായ്സ്. എപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരുമ്പോഴും ഞാനിങ്ങനെ ഓരോ ചെടീൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒന്നുകിൽ ചെടി എടുത്ത് അപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും, അവിടെ നിന്നെടുത്ത് ഇപ്പുറം നട്ടിട്ടുണ്ടാവും, ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ പരിപാടി. അപ്പോൾ ഞാനതെല്ലാം ഒഴിവാക്കി എല്ലാ ജോലികളും കഴിഞ്ഞു. അപ്പോൾ അവിടെ താഴെ മുറ്റത്ത് കുറേ മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയി എല്ലാം കഴിയുമ്പോൾ ഞാൻ ഓസ് വെച്ച് അതെല്ലാം തൂത്ത് വൃത്തിയാക്കി, മണ്ണെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി ഗായ്സ്. ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ്. എന്നെപ്പോലെ ചെടിഭ്രാന്തിമാരാണോ നിങ്ങളെല്ലാവരും? ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഗായ്സ്, എല്ലാം ചീത്തയായി. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ മാറ്റി മാറ്റി നട്ടിട്ടായിരിക്കുമോ എന്ന് ഒരു സംശയമില്ലാതില്ല എനിക്ക്. വീഡിയോ എടുക്കാൻ ഞാൻ ഇസയോടാണ് പറഞ്ഞത്, അവൾ എന്തൊക്കെ കാട്ടി കൂട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പൂക്കളുള്ള ചെടികളൊക്കെ അവിടേക്ക് മാറ്റി. പിന്നെ ഇലകളുള്ള കുറച്ച് ചെടികളുണ്ട്. അപ്പോൾ അത് ഞാൻ ചട്ടിയൊക്കെ ചീത്തയായിരിക്കുകയാണ്, ചില ചട്ടികളൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടികളൊക്കെ ഒന്ന് മാറ്റി കുറച്ച് നന്നായിട്ടൊന്ന് വെക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ പൂക്കളുള്ള ചെടിച്ചട്ടി കുറേ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചട്ടികൾ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പൊട്ടിയ ചട്ടിയൊക്കെ മാറ്റിയിട്ട് ആ ചട്ടിയിലേക്ക് കുറേ ഇല മാത്രമുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ ഫൈനൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ചട്ടികളെല്ലാം മാറ്റി, ഞാൻ പൊട്ടിയ ചട്ടിയെല്ലാം മാറ്റി ഞാൻ പുതിയ ചട്ടിയല്ല, നമ്മൾ അവിടുന്ന് ഒഴിവാക്കിയ ചട്ടിയിലേക്ക് മാറ്റി നട്ടു. ഇവിടെ വാപ്പാടെ വണ്ടി ഉണ്ടായിരുന്നു, ഞാനത് അവിടേക്ക് വെച്ചു. ഇപ്പം ഇവിടെയൊക്കെ അലങ്കോലായി കിടക്കുകയായിരുന്നു. അവിടുന്ന് കിട്ടിയ കുറേ കല്ലുകളൊക്കെ പെറുക്കി കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മതിൽ പോലെ ഉണ്ടാക്കി ഗൈസ്. ഇഷ്ടപ്പെട്ടോ? ഇവിടെയൊക്കെ പുല്ലുണ്ടായിരുന്നു, ഒക്കെ പറിച്ചു വൃത്തിയാക്കി. അപ്പോൾ അവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കി ഗൈസ്. ഇതിൻ്റെ കൂടെ അതും നടന്നു. ഇപ്പം ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഗായ്സ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം ഇനി വേറൊരു സ്ഥലത്തേക്ക് ചെടി മാറ്റി നടുമ്പോൾ ആ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ് ഗായ്സ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.